നമസ്കാരം. ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആരാണ് എന്നറിയാമല്ലോ. വിളപ്പിൽ വസീഫ് എന്നറിയപ്പെടുന്ന വി വസീഫാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം വലിയ തമാശക്കാരനാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും വലിയ വലിയ തമാശകൾ പറയാറുണ്ട്. അത്തരത്തിലൊരു തമാശ, വസീഫ് പറഞ്ഞ ഒരു തമാശയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് പുതിയ പദ്ധതി ഉടൻ വരും, പ്രധാനമന്ത്രി ചാണകവാതക യോജന. LPG ക്ഷാമത്തിൽ കേന്ദ്രത്തെ പരിഹസിച്ച് വസീഫ്. ഇതാണ് വാർത്ത. അതായത് വസീഫ് പറഞ്ഞതാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരിഹാസമാണ്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള രൂക്ഷ വിമർശനമാണ്. ഇപ്പോൾ പാചകവാതക ക്ഷാമമുണ്ട് എന്നാണല്ലോ പറയുന്നത്. പാചകവാതകം കിട്ടാനില്ല, പാചകവാതക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുമ്പോൾ രണ്ട് ദിവസം താമസിക്കുന്നു, അത് ഉടൻ വരുന്നില്ല എന്നൊക്കെയാണ് പരാതി. സത്യത്തിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, യുദ്ധം ഇല്ലാതിരുന്നപ്പോൾ പോലും ഗ്യാസ് ബുക്ക് ചെയ്താൽ സിലിണ്ടർ കിട്ടണമെങ്കിൽ 2 മാസം എടുക്കും. ഇന്നിപ്പോൾ 2 ദിവസം താമസിച്ചതിനാണ്, ഈ യുദ്ധകാലത്ത് താമസിച്ചതിനാണ് ഡിവൈഎഫ്ഐക്കാർ ഇങ്ങനെ കിടന്ന് ഓരിയിടുന്നത്. പ്രധാനമന്ത്രിയെ കളിയാക്കലാണ്. ചാണകവാതക യോജന എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ സ്ഥിരം ഡയലോഗാണ്. എന്തു പറഞ്ഞാലും BJPയുമായും RSSുമായും എന്തു പറഞ്ഞാലും ഇതിനെ ചാണകവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ചാണകത്തിൽ നിന്നും വാതകമുണ്ടാക്കാം എന്ന കാര്യം ഈ സഖാവ് ഒരു നിമിഷത്തേക്കെങ്കിലും മറന്നോ എന്നൊരു സംശയമുണ്ട്. സഖാവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പഴയൊരു പോസ്റ്റ് കാണിക്കാം. ഇതിപ്പോൾ ജെ ചിഞ്ചുറാണിയുടെ 2023 ഏപ്രിൽ മാസം 6-ാം തീയതി അവരുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പേജാണ്, ഒരു പോസ്റ്റാണ്. ജെ ചിഞ്ചുറാണി നമുക്കറിയാമല്ലോ, അവർ സംസ്ഥാനത്തിൻ്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ്. ഈ മന്ത്രി മറ്റൊരു സംസ്ഥാനം സന്ദർശിക്കുന്നു. ആ സംസ്ഥാനം ഏതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. ആ സംസ്ഥാനത്ത് ബനാസ് ഡയറിയുടെ CNG പ്ലാന്റാണ് ചിത്രത്തിൽ കാണുന്നത്. ആ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട്. കർഷകരുടെ വീടുകളിൽ പോയി ചാണകം വാങ്ങി പ്ലാന്റിൽ കൊണ്ടുവരുന്നു. കർഷകർക്ക് അതിനധിക വരുമാനവും ലഭിക്കുന്നു. പൂർണ്ണമായും ചാണകം മാത്രം ഉപയോഗിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ CNG ഉൽപ്പാദിപ്പിക്കുന്നു. പ്രതിദിനം 40 ടൺ ചാണകം കൊണ്ട് 800 കിലോ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഉപ ഉൽപ്പന്നമായി ഓർഗാനിക് വളവും ഉണ്ടാക്കുന്നു. കേരളത്തിലും ക്ഷീര കർഷകരുണ്ട്. കേരളത്തിലും കർഷകർക്ക് വരുമാനം ആവശ്യമുണ്ട്. കേരളത്തിലും ഇത്തരം പദ്ധതികളൊക്കെ ആകാം എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും പദ്ധതികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും വികസന പദ്ധതികൾ നടപ്പിലാക്കുമോ എന്ന് പരിശോധിക്കാൻ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പോകണം. ആ സംസ്ഥാനത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. ആ സംസ്ഥാനത്തേക്കാണ് നമ്മുടെ ജെ ചിഞ്ചുറാണി, ക്ഷീര വികസന വകുപ്പ് മന്ത്രി, പോയത്. ആ പോയ സംസ്ഥാനത്താണ് ഇപ്പോൾ അവർ കണ്ട ഒരു ബയോഗ്യാസ് പ്ലാന്റ്. ആ ബയോഗ്യാസ് പ്ലാന്റ് കണ്ട് 100% സാക്ഷരത കൈവരിച്ച, അമേരിക്ക പോലും അഭിമാന പുരസരം അല്ലെങ്കിൽ അമ്പരപ്പോടുകൂടി നോക്കിക്കാണുന്ന കേരളത്തിലെ ഒരു മന്ത്രി അവിടെ പോയി അമ്പരന്ന് നോക്കി നിന്നത്. ആ സംസ്ഥാനത്തിൻ്റെ പേര് ഞാൻ വീണ്ടും പറയുന്നില്ല. ആ സംസ്ഥാനത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണാവുന്നതാണ്. ആ സംസ്ഥാനത്തെ ഏതാണ്ട് വെറുക്കപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളത്തിലെ നവോത്ഥാന നായകരെല്ലാം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് നിന്നുള്ളവരെ എല്ലാം വിലക്കുകയും ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കേരളത്തിലെ ആളുകൾ. അങ്ങനെയുള്ള സംസ്ഥാനത്തേക്ക് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ, ഒരു സംസ്ഥാനം എങ്ങനെ ഭരിക്കണമെന്ന് നോക്കി മനസ്സിലാക്കണമെങ്കിൽ ഇമാതിരി സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് പോകേണ്ടി വരുന്നല്ലോ. അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇത്തരത്തിൽ പാചകവാതക യോജന കണ്ടു എന്നും അത് കണ്ട് അമ്പരന്നു എന്നുമൊക്കെ എഴുതിയിട്ട പോസ്റ്റാണ് സഖാവിനെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സഖാവിന് ചാണകം എന്താണെന്നും ആ ചാണകത്തിൽ വാതകമുണ്ടെന്നും ആ വാതകം വിറ്റ് കാശാക്കാമെന്നും ആ കാശ് കർഷകർക്ക് ഗുണകരമാകുമെന്നും അങ്ങനെയുള്ള യോജനകൾ പല സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നും മനസ്സിലായി കാണുമായിരിക്കും. എന്തായാലും 2023 ഈ പറയുന്ന സംസ്ഥാനം സന്ദർശിക്കാൻ നമ്മുടെ മന്ത്രി പോയത്. ആ സംസ്ഥാനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. ആ സംസ്ഥാനത്തെ ഈ പറയുന്ന ചാണകവാതക യോജന 2023 പോയി കണ്ട് മനസ്സിലാക്കിയിട്ടും 3 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ ഒരെണ്ണം പോലും നടപ്പിലാക്കാൻ പറ്റാത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെയാണോ പ്രധാനമന്ത്രിയെയാണോ പരിഹസിക്കേണ്ടത് എന്നൊരിക്കൽ കൂടി ഡിവൈഎഫ്ഐയുടെ കുട്ടി സഖാക്കൾ ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കുന്നത് നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.